സത്യം പറഞ്ഞ ഒരു കാര്യം പറയട്ടെ, ഈ അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരിക്കുന്ന ഒരു അവസ്ഥ ഞാൻ ശരിക്കും ഈ ഇടയ്ക്ക് കാണാനൊരിടയുണ്ടായി. അപ്പോൾ പുള്ളിക്കാരൻ അറ്റാക്ക് വന്ന് മരിച്ചാണ്, മകൻ. അപ്പോൾ അച്ഛനുണ്ട്, അച്ഛൻ എൻ്റെ തൊട്ടിപ്പുറത്തിരിക്കുന്നു, ബാക്കിൽ അമ്മ ഇരിക്കുന്നു, അതിൻ്റെ ബാക്കിൽ സഹോദരി ഇരിക്കുന്നു. ഈ അച്ഛൻ ഈ സൈഡിൽ ഇരുന്നിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുക. അപ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടാണ്. അപ്പോൾ നമുക്ക് ഈ അച്ഛൻ്റെ സ്നേഹവും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ പുള്ളി ഇങ്ങനെ ഈ മകന് വേണ്ടി ചെയ്തു കൊടുത്ത കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴും നമ്മുടെ കണ്ണിന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുക. നമുക്ക് കരയാൻ പറ്റില്ല, ഒച്ചയെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ വണ്ടി ഓടിക്കുന്നുണ്ട്, ഹോൺ അടിക്കുന്നുണ്ട്, ഞാൻ ഈ സൈഡിലോട്ട് നോക്കുകയില്ല. അപ്പം നോക്കുന്നുണ്ട്, ഈ സൈഡിലോട്ട് നോക്കൂ, കണ്ണിന് ഇങ്ങനെ വെള്ളം വരികയാണ്. നമുക്ക് ഒച്ചയെടുക്കാൻ പറ്റില്ല. ഒച്ചയെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കണ്ടു കഴിഞ്ഞാൽ അവർക്കത് കൂടുതൽ വിഷമമാവുമോ. അവസാനം പുള്ളി ഇറങ്ങാൻ നേരം ഞാനിങ്ങനെ തോളത്ത് ഇങ്ങനെ തട്ടിയിട്ട് കുഴപ്പമില്ല എന്നുള്ളത് തട്ടിയിട്ട് ഞാൻ എന്നിട്ട് മുഖത്ത് നോക്കിയിട്ടില്ല. നമുക്കത് അങ്ങനെയൊക്കെ ചില ഇൻസിഡൻറ്റ്. പിന്നെ ഇതുപോലെ തന്നെ ഈ കഴിഞ്ഞിടയ്ക്ക് അവിടെ മരിച്ച കൂട്ടക്ക് ആത്മഹത്യയില്ലേ, അതിൽ ആ കുഞ്ഞ് വെറും 1.5 വയസ്സേ ഉള്ളൂ. അപ്പോൾ ആ കുഞ്ഞിൻ്റെ ബോഡി അവിടെ മോർച്ചറിയിൽ നിന്ന് കൊണ്ടുവരുന്ന ടൈമിൽ നമ്മൾ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇച്ചിരിയേ ഉള്ളൂ, ചെറിയൊരു പൊടി വെച്ച്. അത് വെള്ള ഫ്രോക്കൊക്കെ ഇട്ട്, ഇപ്പോൾ അവരുടെ വീട്ടുകാർ പൈസ തന്ന് നമ്മൾ പോയി ഡ്രസ്സ് മേടിച്ചുകൊണ്ട് വന്ന് ഇട്ടു, സോക്സും ഒരു വെള്ള ഫ്രോക്കും ഒക്കെ ഇട്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമ്മളൊരു 1.5 വയസ്സുള്ള കുഞ്ഞിനെ കാണുമ്പോൾ, ഇപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞ് 2 വർഷമായി, എനിക്ക് ഇതൊരു കുഞ്ഞില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു 1.5 വയസ്സുള്ള കുട്ടീനെ കാണുമ്പോൾ അതൊരു വല്ലാത്ത ഷോക്കാണ്. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞിനെ എടുത്ത് ആംബുലൻസ് കയറ്റാൻ നേരവും പല ഡ്രൈവേഴ്സ് ഉമ്മ കൊടുത്തിട്ടുണ്ട്, കൊച്ചിന് ഉമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നു മറ്റിയിൽ. അപ്പം ആ ഒരു കുഞ്ഞിന് പ്രയോറിറ്റി കൊടുത്താണ് ഞങ്ങൾ ശ്മശാനത്തോട്ട് ആ വണ്ടി പോയത്. ആദ്യം കുഞ്ഞിനെ വിട്ട്, അതിൻ്റെ ബാക്കിൽ അതിൻ്റെ ഇളയ കുഞ്ഞ്, അതിൻ്റെ മൂത്ത കുഞ്ഞ്, അതിൻ്റെ ബാക്കിൽ അതിലെ മൂത്ത കുഞ്ഞ്, പിന്നെ അമ്മ, അമ്മൂമ്മ, ആ ഒരു രീതിയിലായിരുന്നു ഞങ്ങൾ ശ്മശാനത്തേക്ക് കൊണ്ടുപോയത്.